എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളെല്ലാവരും ആരാധനാ സമ്പ്രദായങ്ങൾ പിന്തുടരുമ്പോൾ അതിൻ്റെ ചില അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ ധരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം ആ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം, ചന്ദനം, പൂവ്, തീർത്ഥം തുടങ്ങിയവ സേവിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണ്. ചന്ദനം അത്തരത്തിലുള്ളൊരു അടയാളമാണ്. നമ്മളൊരു ആരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം നെറ്റിയിൽ ധരിക്കുക എന്നുള്ളതൊരു ശീലമാണ് നമ്മുടെ. അതുപോലെ മഹാദേവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശൈവ ചൈതന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചന്ദനത്തെക്കാൾ ഉപരി ഭഗവാൻ മഹാദേവന്റെ ആരാധനയിൽ ഏറ്റവും അധികം വൈശിഷ്ട്യമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന വസ്തുവാണ് ഭസ്മം എന്ന് നമ്മൾ വിളിക്കുന്ന വിഭൂതി. ഇന്നത്തെ ഈ അധ്യായത്തിൽ ഭസ്മധാരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഭഗവാൻ മഹാദേവൻ തന്നെ ആത്യന്തികമായിട്ട് അഗ്നിയാണ്. ഭസ്മത്തിൻ്റെ ദേവനായിട്ട് കണക്കാക്കുക അഗ്നിയാണ്. ഭഗവാൻ ഏറ്റവും പ്രിയകരമായിട്ടുള്ള വസ്തുവാണ് ഭസ്മം എന്നാണ് പറയുക. ഭഗവാൻ ഉപയോഗിക്കുന്ന ഭസ്മം പല വ്യാഖ്യാനങ്ങളിലും നമ്മൾ പറഞ്ഞു വരാറുണ്ട്. അതിന് പൗരാണികമായിട്ടുള്ള ചില കഥകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തി നമ്മൾ സംസാരിക്കാറുണ്ട്. ഭഗവാൻ കൈലാസത്തിലേതുപോലെ തന്നെ ഭഗവാൻ ശ്മശാനത്തിൽ താമസിക്കുന്നു, ഭഗവാൻ ചുടലഭസ്മം ധരിക്കുന്നു എന്നൊക്കെയുള്ള പ്രക്ഷിപ്തങ്ങളായിട്ടുള്ള കഥകളൊക്കെ പറയാറുണ്ട്. എന്തു തന്നെയായാലും ശിവസംബന്ധമായിട്ടുള്ളൊരു വസ്തുവായിട്ടാണ് പൊതുവിൽ ഭസ്മത്തെ കാണുന്നത്. ഭസ്മം അല്ലെങ്കിൽ വിഭൂതി, അതിന് ജ്യോതിസ്, പ്രകാശിക്കുന്നതെന്നൊക്കെ അർത്ഥമുണ്ട്. ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള അറിവില്ലായ്മയെ മാറ്റി അറിവിനെ പ്രകാശിപ്പിക്കും ഭസ്മം എന്നാണ് പറയുക. രണ്ട് തരത്തിലാണ് ഭസ്മത്തെ ധരിക്കാനുള്ള വിധി. ഒന്ന് ജലസമ്മിശ്രണത്തോടു കൂടിയിട്ടുള്ള ഭസ്മധാരണവും, ഒന്ന് ജലം ഉപയോഗിക്കാതെയുള്ള ഭസ്മത്തെ ധരിക്കുന്ന രീതിയും. പൊതുവിൽ ഭസ്മധാരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് പറയാറുള്ളത്, ഇടത് കൈയിൽ ഭസ്മം എടുത്ത് ജലം അതിലേക്ക് വേണ്ട തോതിലെടുത്ത് വലത് കൈയിൻ്റെ തള്ളവിരൽ കൊണ്ട് ഭസ്മത്തെ ജലത്തിൽ യോജിപ്പിച്ച് ഈ മൂന്ന് വിരലുകൾ, ചൂണ്ടുവിരൽ, നടുവിരൽ, അതുപോലെ മോതിരവിരൽ, ഇത് മൂന്നും ചേർത്ത് ഭസ്മം കയ്യിൽ ശേഖരിച്ച് ശിരസിൽ ത്രിപുണ്ഡം ധരിക്കുക എന്നുള്ളതാണ് ശിവഭക്തർ സാധാരണ രീതിയിൽ ചെയ്തു വരാറുള്ളത്. മഹാദേവനെ ആരാധിക്കുന്ന സമയത്ത് ഭസ്മധാരണത്തോടു കൂടി മഹാദേവനെ ആരാധിക്കുകയാണെങ്കിൽ അതിന് വലിയ ഒരു ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാനുള്ള കാരണമായിട്ട് അതിനെ പറയാറുണ്ട്. ഈ ഭസ്മം ഉണ്ടാക്കുന്ന രീതിയും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും പല രീതിയിലാണ്. നമുക്ക് ഏറ്റവും അധികം അറിയാവുന്ന രീതി എന്ന് പറയുന്നത് ശിവരാത്രി കാലങ്ങളിലൊക്കെ തന്നെ ഭസ്മം ഉണ്ടാക്കുക എന്നൊരു സമ്പ്രദായം കേരളത്തിലെ ഗ്രഹങ്ങളിൽ പണ്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ചെയ്തിരുന്നത് ചാണകവരളികൾ ഉണക്കി സൂക്ഷിച്ച് അതിനെ ശുദ്ധമായിട്ടുള്ള ഒരു പ്രദേശത്ത് കത്തിച്ച് ആ ചാണകവരളിയിൽ നിന്ന് കിട്ടുന്ന ചാരത്തെയാണ് ഭസ്മാക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതിലേക്ക് ഈ ഒരു സുഗന്ധം കിട്ടാനായിട്ട് കർപ്പൂരം പൊടിച്ചു ചേർക്കുന്ന രീതിയൊക്കെ പിന്നീട് വന്നതാണ്. അത്യധികമായിട്ടുള്ള ഭസ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകവരളി ഉണക്കി കത്തിച്ച് ആ സമയത്ത് അത് കത്തിത്തീരുന്നത് വരെ അതിൻ്റെ മുമ്പിലിരുന്ന് പഞ്ചാക്ഷരം ജപിക്കുക എന്നാണ് പറയുക. ഭസ്മം ഉണ്ടാക്കുന്നത് പോലും ഒരു ഹോമം ചെയ്യുന്നത് പോലെ, ഒരു യാഗം ചെയ്യുന്നത് പോലെ പവിത്രമായിട്ട് കണ്ടിരുന്ന ഒരു പാരമ്പര്യം കേരളത്തിനുണ്ടായിരുന്നു. അങ്ങനെ ലഭിക്കുന്ന ഭസ്മം പണ്ട് ശേഖരിച്ചിരുന്നത് കൂവളത്തിൻ്റെ കായ്കളെടുത്ത് അതിൽ ദ്വാരം ഉണ്ടാക്കി അതിലേക്ക് ഈ ഭസ്മം ശേഖരിച്ചു വയ്ക്കത്ര. അങ്ങനെയാണ് രാവിലെയും വൈകിട്ടും ഭസ്മധാരണം ചെയ്യാൻ ഈ കൂവളക്കായിൽ നിന്നാണ് എടുത്ത് തൊടുക എന്നൊരു പാരമ്പര്യവും പണ്ടുണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കൂ, കൂവളം എന്ന് പറയുന്നത്, വില്ലുപത്രം എന്ന് പറയുന്നത് മഹാദേവനുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന മറ്റൊരു വസ്തുവാണ്. അപ്പം ഇതൊക്കെ തന്നെ മഹാദേവനിലേക്ക് നമ്മളെ അടുപ്പിക്കാനുള്ള പലതരത്തിലുള്ള വസ്തുക്കളായിട്ടാണ് ഭസ്മായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂവളമാണെങ്കിലും ഭഗവാന്റെ രുദ്രാക്ഷാണെങ്കിലും ഇതൊക്കെ നമ്മളെ ശിവനിലേക്ക് അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ശിവനെ തിരിച്ചറിയാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശിരസിൽ ഭസ്മം ധരിക്കാറുണ്ട്, കണ്ഠത്തിൽ ഭസ്മം ധരിക്കാറുണ്ട്, തോളുകളിൽ ഭസ്മം ധരിക്കാറുണ്ട്, മുട്ടുകളിൽ ഭസ്മം ധരിക്കാറുണ്ട്, നെഞ്ചിൽ ഹൃദയഭാഗത്ത് ഭസ്മം ധരിക്കാറുണ്ട്, പിൻകഴുത്തിൽ ഭസ്മം ധരിക്കാറുണ്ട്. ഭസ്മം ധരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഭസ്മം ചൂടുക എന്നുള്ളത് ആത്യന്തികമായിട്ടൊരു അനുഷ്ഠാന രീതി മാത്രമല്ല, അതിനുള്ള ആയുർവേദ പാരമ്പര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അധികം നീരിറക്കം എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസുഖം ഇല്ലാണ്ടിരിക്കാൻ നനച്ച ഭസ്മം ശരീരത്തിൻ്റെ ത്രിപുണ്ഡായിട്ട് നെറ്റിയിലും പിൻകഴുത്തിലും അത് ധരിക്കുന്നത്
ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ സഹായിക്കുന്നതാണ്. യോഗിമാരെ പോലുള്ള സന്യാസിവര്യന്മാരെ പോലുള്ള ആളുകളൊക്കെ ഈ സ്നാനാദി കർമ്മങ്ങൾ ഒരു ദിവസം തന്നെ പലതവണ ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാതിരിക്കാൻ സ്നാനം കഴിഞ്ഞ ഉടനെ തന്നെ ഭസ്മം ധരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ശീലമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഔഷധ സംബന്ധമായിട്ടുള്ള പാരമ്പര്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. തണുപ്പ് ഉള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ കൂടുതലായിട്ട് ഭസ്മം ധരിക്കാറുണ്ട്. ഇപ്പോൾ കൈലാസം പോലുള്ള അല്ലെങ്കിൽ ഉത്തരേന്ത്യ പോലുള്ള ഭാഗത്തൊക്കെ തണുപ്പ് കാലത്ത് ഭസ്മം ധരിക്കുക എന്നുള്ളത്, ഭസ്മം ആത്യന്തികമായിട്ട് ചൂടുണ്ടാക്കുന്നതാണ്. ശരീരത്തിനകത്തുള്ള ഈർപ്പത്തെ ഭസ്മം ആഗിരണം ചെയ്യും, നനച്ച ഭസ്മം. അതുകൊണ്ടാണ് നീർക്കെട്ട് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നനയ്ക്കാത്ത ഭസ്മമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അണുനാശക കാരണമെന്നാണ് പറയുക. ഭസ്മം സാധാരണ രീതിയിൽ നനയ്ക്കാതെ നമ്മൾ ശരീരത്തിൽ തൊടുന്ന സമയത്ത് അണുക്കളെ നശിപ്പിക്കാൻ അതിന് സാധിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഭസ്മധാരണം ഏറ്റവും കൂടുതൽ വിശേഷമായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രദോഷ സമയത്താണ്. മഹാദേവനെ ആരാധിക്കുന്നതിൽ പ്രദോഷത്തിൻ്റെ സമയത്തിൻ്റെ പാരമ്പര്യം എത്രത്തോളം വലുതാണെന്ന് ഞാൻ പറയാതെ തന്നെ ശിവഭക്തരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ അറിയാം. പ്രദോഷ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദുഷിച്ച ശക്തികളുടെ ഒരു സമ്മേളനം നടക്കുന്ന സമയമായിട്ടാണ് പ്രദോഷത്തെ പറയുക. ഏറ്റവും അധികം ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജി പ്രപഞ്ചത്തിൽ പരകോടിയിൽ നിൽക്കുന്ന സമയമാണത്രേ ഈ ഒരു സന്ധ്യാസമയം. ആ സമയത്ത് അതിൻ്റെ ഒരു സ്വാധീനം നമ്മളിലുണ്ടാവും. അത് മാറ്റാനായിട്ടാണ് ശരീരത്തിൽ ആ സമയത്ത്, പ്രദോഷ സമയത്ത്, സന്ധ്യാസമയത്ത് ഭസ്മം ധരിക്കാനായിട്ട് നമുക്ക് മുമ്പേ സഞ്ചരിച്ച ആളുകൾ നമ്മളോട് പറഞ്ഞത്. അപ്പം ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഐതിഹ്യപരമായിട്ടുള്ള വശങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും, പാരമ്പര്യമായിട്ടുള്ള വശങ്ങളെടുത്ത് പരിശോധിച്ചാലും, അതല്ല ഔഷധ സംബന്ധമായിട്ടുള്ള വശങ്ങളെടുത്ത് പരിശോധിച്ചാലും, ഭസ്മം എന്നുള്ളത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വസ്തു തന്നെയാണ്. അതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ ഈ സന്ധ്യാസമയത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഭസ്മം തൊട്ട് നാമം ജപിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. ഇന്നതൊക്കെ ഒരു പരിധിവരെ നമുക്ക് കൈമോശം വന്നു പോയിട്ടുണ്ട്. വീണ്ടും ആ പാരമ്പര്യത്തിലേക്കൊക്കെ നമുക്ക് തിരിച്ച് സഞ്ചരിക്കാൻ സാധിക്കട്ടെ. കഥേമമ്മയൊക്കെ കേൾക്കുന്ന ആളുകൾ ഭസ്മമൊക്കെ തൊട്ട് കഥേമമ്മ കേൾക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രീതിയൊക്കെ മാറട്ടെ. എന്തായാലും അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.